ചേട്ടൻ പോയതിന് ശേഷം ഒരു 8 വർഷത്തിന് ഇപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് കുറച്ച് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിരുന്നോ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് വളരെ എന്താ പറയുക നെഗറ്റീവ് തലത്തിൽ ചാനലുകൾ മറ്റു പലരും സോഷ്യൽ മീഡിയകൾ ഇപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്തപരിപാടി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമാണ് പറഞ്ഞത്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ഇലക്ഷനാണെന്നറിയാം, അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനൊന്നുമല്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ KSUവിൻ്റെ ഒരു പ്രകടനത്തിനായിരുന്നു. അതുപോലെ തന്നെ BJPയുടെ അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികളിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി ആരും കാണരുത്. ഞാൻ എന്താ പറയുക, ഒരു നൃത്ത പ്രകടനത്തേക്കാൾ കൂടുതൽ സിനിമയിലൊരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയുക, നമുക്കറിയില്ല കലാഭവൻ മണി ചേട്ടൻ്റെ അനിയനാണ്. അപ്പോൾ പിന്നെ തന്നെയല്ല, ചേട്ടൻ പോയതിന് ശേഷം ഒരു 8 വർഷത്തിന് ഇപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാൻ